നമസ്കാരം. രാജ്യത്തെ വിമാന സർവീസുകളെയും നാവിഗേഷൻ സംവിധാനങ്ങളെയും സാരമായി ബാധിക്കുന്ന തരത്തിൽ വിദേശത്തു നിന്നും GPS സ്പൂഫിംഗ് കൂടുതൽ ശക്തമാകുന്നതായി റിപ്പോർട്ട്. രാജ്യത്തെ വ്യോമപാതകളിൽ നാവിഗേഷൻ തടസ്സങ്ങൾ പെട്ടെന്ന് വർദ്ധിച്ചതിനെ തുടർന്ന് ഇന്ത്യയുടെ വ്യോമയാന സൈബർ സുരക്ഷാ ഏജൻസികൾ വിഷയത്തിൽ വിപുലമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 3 അയൽ രാജ്യങ്ങളിലെങ്കിലും ഇത്തരം GPS സ്പൂഫിങ്ങിന് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്യുന്നു. ഇലക്ട്രോണിക് യുദ്ധമുറകളിലും സൈബർ അധിഷ്ഠിത പ്രവർത്തനങ്ങളിലും അതീവ വൈദഗ്ധ്യമുള്ള വിദേശ സൈബർ ഗ്രൂപ്പുകൾക്ക് ഈ അട്ടിമറി നീക്കങ്ങളിൽ പങ്കുണ്ടോ എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ ഗൗരവമായി പരിശോധിച്ചു വരികയാണ്. ഇന്ത്യൻ വ്യോമപരിധിയിൽ GPS തടസ്സപ്പെടുന്ന സംഭവങ്ങൾ ഗണ്യമായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് ഈ നിർണായക കണ്ടെത്തലുകൾ പുറത്തു വന്നിരിക്കുന്നത്. GPS സിഗ്നലുകളെ തെറ്റായ വിവരങ്ങൾ നൽകി കബളിപ്പിക്കുന്ന രീതിയാണ് GPS സ്പൂഫിംഗ്. വരും ദിവസങ്ങളിൽ വ്യോമയാന മന്ത്രാലയവും സൈബർ വിങ്ങും സംയുക്തമായി കൂടുതൽ പ്രതിരോധ നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന. അതേസമയം അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പിന്നിൽ ആരാണെന്ന് അന്തിമമായി സ്ഥിരീകരിച്ചിട്ടില്ലെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ ന്യൂസ് 18 പ്രതികരിച്ചു. എങ്കിലും ഇന്ത്യയുടെ വ്യോമയാന മേഖലയിൽ ലക്ഷ്യമിട്ടുള്ള GPS സ്പൂഫിംഗ് ആക്രമണങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങൾ രാജ്യത്തിന്റെ അതിർത്തികൾക്കപ്പുറമാണെന്നാണ് അന്വേഷണ ഏജൻസികളുടെ പ്രാഥമിക നിഗമനം. ഇത്തരം അട്ടിമറി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന കൺട്രോൾ റൂമുകളും പ്രവർത്തന കേന്ദ്രങ്ങളും ചുരുങ്ങിയത് 3 അയൽ രാജ്യങ്ങളിലെങ്കിലും സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. സാധാരണ സൈബർ ആക്രമണങ്ങൾക്കപ്പുറം തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങൾക്കെതിരെ അത്യാധുനിക രീതിയിലുള്ള ഇലക്ട്രോണിക് ആക്രമണങ്ങൾ നടത്തുന്നതിൽ ആഗോളതലത്തിൽ പേരുകെട്ട വിദേശ സൈബർ ഗ്രൂപ്പുകൾക്ക് ഇതിൽ നേരിട്ട് പങ്കുണ്ടോ എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇന്ത്യയുടെ വ്യോമ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമായതിനാൽ അതീവ രഹസ്യ സ്വഭാവത്തോടെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇന്ത്യയെ ലക്ഷ്യമിട്ടുള്ള GPS സ്പൂഫിംഗ് ആക്രമണങ്ങൾക്കായി ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളും വ്യോമപാതയുമായി ബന്ധപ്പെട്ട ശൃംഖലകളും വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കാമെന്നതിൻ്റെ സൂചനകൾ ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നാണ് വിവരം. അന്വേഷണത്തിനിടയിൽ പാകിസ്ഥാൻ, മ്യാൻമർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അന്വേഷണ പരിധിയിൽ വന്നിട്ടുണ്ടെങ്കിലും ആരാണ് ഇതിന് പിന്നിലെന്ന വിവരം അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടിട്ടില്ല. പരമ്പരാഗത സൈബർ ആക്രമണങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തവും അതീവ അപകടകരവുമാണ് GPS സ്പൂഫിംഗ് എന്നാണ് സൈബർ സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളെയോ നെറ്റ്വർക്കുകളോ നേരിട്ട് ഹാക്ക് ചെയ്യുന്നതിന് പകരം വിമാനങ്ങളും കപ്പലുകളും മറ്റ് അത്യാധുനിക ഗതാഗത സംവിധാനങ്ങളും തടസ്സമില്ലാതെ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന നാവിഗേഷൻ സിഗ്നലുകളിൽ കൃത്രിമം കാണിക്കുകയാണ് ഇത്തരം സൈബർ സംഘങ്ങൾ ചെയ്യുന്നത്. ഇത് പൈലറ്റ്മാരെ തെറ്റായ വഴിയിലേക്ക് നയിക്കാനും വൻ സുരക്ഷാ വീഴ്ചകൾക്കും കാരണമായേക്കാമെന്നതിനാൽ അതീവ ഗൗരവത്തോടെയാണ് രാജ്യം ഈ പ്രതിസന്ധിയെ നോക്കിക്കാണുന്നത്. വിമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം GPS സ്പൂഫിംഗ് കാരണം അവയുടെ സ്ഥാനം, ഉയരം, വേഗത, സമയം എന്നിവയുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ കാണിക്കുന്നതിന് കാരണമായേക്കാം. ആധുനിക വ്യോമയാന സംവിധാനങ്ങളിൽ സുരക്ഷയ്ക്കായി ഒന്നിലധികം ബദൽ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും തുടർച്ചയായിട്ടുള്ള സ്പൂഫിംഗ് ശ്രമങ്ങൾ പൈലറ്റ്മാരുടെ ധാരണയെ ബാധിക്കുമെന്നും വിമാന സർവീസുകൾ സങ്കീർണമാകുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് വെറും ആശങ്ക മാത്രമല്ലെന്ന് സമീപകാലത്തെ ചില കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ വർഷം ആദ്യം സിവിൽ ഏവിയേഷൻ മന്ത്രാലയം പാർലമെന്റിൽ സമർപ്പിച്ച വിവരങ്ങളനുസരിച്ച് 2023 നവംബറിനും 2025 ഡിസംബറിനും ഇടയിൽ 2384 GPS തടസ്സപ്പെടുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഈ വർഷം ആദ്യത്തെ 2 മാസങ്ങളിൽ മാത്രം 623 GPS തടസ്സപ്പെടുന്ന സംഭവങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിമാസ ശരാശരി റിപ്പോർട്ടുകൾ 91 എന്നതിൽ നിന്നും 312 കുതിച്ചുയർന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് GPS തടസ്സപ്പെടുന്ന സംഭവങ്ങളിൽ 244% വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വളരെയധികം ആശങ്കയുണർത്തുന്ന കാര്യമാണ്. പ്രതിസന്ധി രൂക്ഷമായതോടെ ഏജൻസികൾ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം തടസ്സപ്പെടുന്ന അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പുതിയ പ്രവർത്തന നടപടിക്രമങ്ങളും റിപ്പോർട്ടിംഗ് മാർഗ്ഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സിഗ്നൽ തടസ്സങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, കേന്ദ്ര കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിന് കീഴിലുള്ള വയർലെസ് മോണിറ്ററിംഗ് ഓർഗനൈസേഷനുമായി ചേർന്ന് സംയുക്ത നീക്കം ആരംഭിച്ചിട്ടുണ്ട്.